കാലാവസ്ഥകൾ, തണുപ്പ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും ഇന്നും ആയിരക്കണക്കിന് കൊല്ലങ്ങളായി മനുഷ്യരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആ ഫ്യൂൽ അവസാനിക്കുന്നില്ലല്ലോ, തീരുന്നില്ലല്ലോ. ആരാണിത് ചെയ്യുന്നത്? എന്നിട്ട് അവസാനം അത് അല്ലാഹ് എന്ന് പറയും. അപ്പം പിശാച് വന്ന് ചോദിക്കും, ഫമൻ ഖലഖ റബ്ബക, നിന്റെ പടച്ചവനെ പിന്നെ ആരായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക എന്നൊരു ചോദ്യം പിശാച് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. ആ പടച്ചവൻ ആരാ പഠിച്ചത്? ആ പടച്ചവൻ ആരാ? എങ്ങനെ നോക്കിയാൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇത് അവൻ ചെയ്യുന്ന ഒരു പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അറിവുള്ളവരോട് ചോദിക്കണേ. നിങ്ങൾക്കത് ഉത്തരം കിട്ടുന്നില്ലേ? നിങ്ങൾ അവിടെ നിർത്തണം ആ ചിന്ത. അറിവുള്ളവരോട് ആരാണ് പഠിച്ചത് എന്ന്. സൃഷ്ടാവ് അന്തിമമായും സൃഷ്ടികർമ്മം നിർവഹിച്ച ഒരു പടച്ചതമ്പുരാൻ. അത് പല ദൈവങ്ങളും പല മതങ്ങളും പല പേരിൽ വിളിച്ചിരിക്കാം. പക്ഷേ ആദം നബി അലൈഹിസ്സലാം മുതൽ പുണ്യനബി തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ ആ പടച്ചതമ്പുരാനെ വിളിച്ച പേരാണ് അല്ലാഹ്. ആ അല്ലാഹു മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. പക്ഷെ എന്തുകൊണ്ടല്ല വേറെ ആൾ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയത് അല്ല തന്നെയാണ്. എന്നാലും വെറുതെ ഒരാൾ പറയും വാപ്പാന്റെ വാപ്പ, അവരുടെ വല്യപ്പ, അങ്ങനെ പോയി ആദം നബിയിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അങ്ങനെ പോയി ഇനി ഒരു ഡാർവിനിസ്റ്റ് ആണെങ്കിൽ പോയിട്ട് ചിമ്പാൻസിയിലേക്ക്, അവിടെ നിന്ന് പോയിട്ട് അവസാനം ഏകകോശ ജീവിയിലേക്ക് എത്തും. അത് പിന്നെ ആരുണ്ടാക്കി? അപ്പൊ ഉണ്ടാക്കിയ ഒരാൾ വേണം, ഫൈനൽ എൻഡിൽ ഒരാൾ വേണം. ആ ആള് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്ത ലം യലിദ് വലം യൂലദ് ആവണം എന്ന് മനസ്സിലാക്കാൻ കേവല യുക്തി മാത്രം മതി. എന്തുകൊണ്ട്? പടച്ചതമ്പുരാനെ ഉണ്ടാക്കിയ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ ആളാരുണ്ടാക്കി ഇങ്ങനെ ഉത്തരം കിട്ടാത്തൊരു സമസ്യയായി അനന്തതയിലേക്ക് അത് നീണ്ടുപോയാൽ സൃഷ്ടി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വരും. നമ്മൾ ഉണ്ടായല്ലോ, നമ്മളെ കൂടെ ഇരിക്കുന്നില്ലേ? എത്ര ആൾക്കാർ മരിച്ചുപോയി? ഈ പ്രപഞ്ചം സൃഷ്ടിയല്ലേ? ഇതുണ്ടാക്കിയ ഒരാൾ അവസാനം ആരാലും സൃഷ്ടിക്കപ്പെടാത്ത ഒരാളിലേക്ക് എത്തണം. ഒരു ഉദാഹരണം പറഞ്ഞ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു ജയിൽ പുള്ളി, അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി, സങ്കല്പിക്കുക, ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ നമ്മളൊക്കെ ജനിച്ചു, നമ്മളെ കൂടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു സൃഷ്ടിപ്പ്, ഒരാൾ പുറത്തിറങ്ങി. ആര് പുറത്തിറക്കി? ജയിൽ വാർഡൻ ഗേറ്റ് തുറന്നു കൊടുക്കണം. അയാൾ തുറന്നു കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് മേലെന്ന് ഉത്തരവ് വേണം. അയാൾക്ക് എവിടെ നിന്ന് ഉത്തരവ് കിട്ടും? അയാളുടെ മീതെന്ന്. അയാൾക്കോ? വേറെ മേലെ ഓഫീസർ. അയാൾക്കോ? ജഡ്ജ് കൊടുക്കുന്നു ഉത്തരവ്. ജഡ്ജിക്കോ? ഇവിടെ വേറെ ചോദ്യമില്ല, ജഡ്ജിയാണ് അവിടുത്തെ ഫൈനൽ എൻഡ്. അങ്ങനെ വേറൊരാളുടെ സമ്മതം വേണ്ടാത്ത ഒരാളുണ്ടെങ്കിലേ ഇയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ പറയാം, പുറത്തിറങ്ങി നിൽക്കുകയാണ്, മുമ്പിൽ ഇറങ്ങി നിൽക്കുകയാണ്. ആരാ കൊടുത്തത് അറിയില്ല, അയാൾക്ക് ആരാ കൊടുത്തത് അറിയില്ല, അയാൾക്ക് ആര് കൊടുത്തു, അയാൾക്ക് ആര് പെർമിഷൻ കൊടുത്തു. ഇങ്ങനെ അനന്തതയിലേക്ക് പോയാൽ ഈ മനുഷ്യൻ പുറത്തിറങ്ങൂലല്ലോ, ഇയാൾ പുറത്തിറങ്ങി നിൽക്കല്ലേ. അതിനർത്ഥം ഇനി ഒരാളുടെ പെർമിഷൻ ആവശ്യമില്ലാത്ത അന്തിമ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ മീതയുണ്ട്. എന്നല്ലേ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നത്. നിങ്ങൾ ആരുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അവസാനം സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ റിസൾട്ട്. അതല്ലല്ലോ സൃഷ്ടി, നമ്മളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അതിനർത്ഥം ഒരാളിന്റെ മേലെ നിന്നൊരു ഉത്തരവ് വേണ്ടാത്ത, ഒരാളാൽ സൃഷ്ടിക്കപ്പെടാത്ത സർവേശ്വരനായ ഒരു സൃഷ്ടാവുണ്ട്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹ് ആരുണ്ടാക്കി പടച്ചവനെ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അപ്രസക്തമാണ്. അല്ലാഹു എന്ന അന്തിമ സൃഷ്ടാവ് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്തവനാവണം. അപ്പൊ ഈ സൃഷ്ടിപ്പോടെ നടക്കുള്ളൂ. സൃഷ്ടിപ്പ് നടന്നല്ലോ, നമ്മൾ തെളിവല്ലേ? പ്രപഞ്ചം അതിന്റെ തെളിവാണ്, സൃഷ്ടിപ്പാണ്. അപ്പൊ ഒരു സൃഷ്ടാവ് വേണം. ആ സൃഷ്ടാവ് മറ്റൊരാളാൽ സൃഷ്ടിക്കപ്പെടാത്തവനാവണം. അല്ല ആ പടച്ചവനെ വേറൊരാൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മൂപ്പരാളുണ്ടാക്കി, ഒരു ഉത്തരം കിട്ടണം. അനന്തതയിലേക്ക് ആര് എന്ന് പോയാൽ ഈ കാണുന്നതൊന്നും ഇവിടെ ഉണ്ടായില്ല എന്ന് വരും. ഇത് ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മുടെ മുമ്പിലുള്ള ഫാക്റ്റ് ആണ്. അതുകൊണ്ട് ലോജിക്കലി, റാഷണലി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഇസ്ലാമിന്റെ തൗഹീദിനോളം മനോഹരമായ ഒരു ആശയം മനുഷ്യന് കിട്ടൂല. അതുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. Say ഖുൽ ഹുവല്ലാഹു അഹദ്. Say he, Allah is one and only. Allahus samad. Allah is self-eternal. Lam yalid walam yulad. He begets not, nor was he begotten. Walam yakul lahu kufuwan ahad. There is nothing, none comparable to Allah subhanahu wa ta'ala. Adana Allah ta'ala. പിശാച് നിങ്ങളുടെ ഈമാനിൽ ഇതുപോലെയുള്ള ദുരൂഹതകൾ ഉണ്ടാക്കാൻ, ഏതെങ്കിലും ദൈവനിഷേധം പറയുന്നവരുടെ വാക്കുകളോ ക്ലിപ്പുകളോ കേട്ടാൽ ഈമാൻ ഇളകിപ്പോകുന്ന അവസ്ഥകൾ വരും. നിങ്ങൾ അതവിടെ വെക്കുകയും അറിയുന്ന ആളുകളോട് ചോദിക്കണം. നിങ്ങളുടെ ഈമാൻ കളഞ്ഞു കുളിക്കാൻ അവൻ ശ്രമിക്കുന്നവനാണ്, കരുതിയിരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആരാണ് പടച്ചവനെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുകയും അതിനുത്തരം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ചിന്ത അവിടെ അവസാനിപ്പിച്ച് അറിവുള്ളവരോട് അന്വേഷിക്കണം. എന്നിട്ട് അവൻ പറയണം ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. കാരണം സൃഷ്ടാവ് വേണ്ടേ? ഒരു സൃഷ്ടാവില്ലാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഏറ്റവും സിമ്പിളായ ഇക്വേഷൻ പ്രപഞ്ചത്തിൽ ഏത് ചെറിയവർക്കും വലിയവർക്കും പഠിച്ചവർക്കും സാക്ഷരത ഉള്ളവർക്കും അല്ലാത്തവർക്കും അറിയുന്നതാണ്. ഒരു വസ്തു ഉണ്ടാവണമെങ്കിൽ അതിന് ഒരു റീസൺ വേണം. ആ റീസൺ ആണ് ദ പ്രൈം മൂവർ, അത് അല്ലാഹുവാണ് ജല്ല ജലാലുഹു. ഇതിപ്പോ രാത്രിയാന്ന് പറയുമ്പോൾ തെളിവ് എന്താന്ന് ചോദിച്ചാൽ ആൾക്ക് തലക്ക് സുഖമില്ലാന്നല്ലേ പറയാ. ഇത് രാത്രിയാന്ന് പറഞ്ഞത് അങ്ങ് ഡിസ്കസ് ചെയ്യാം 4 മണിക്കൂർ. ഇന്ന് രാത്രിയാണോ, എന്താ തെളിവ്? അപ്പോൾ തലക്ക് കുഴപ്പമുണ്ടെന്നാണ്. അതാണ് ഈ ഫിലോസഫിയുടെ വിഷയം. ചർച്ച ചെയ്ത് എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് പോലും അറിയാതെ അന്തം വിട്ടുപോവാണ്. അതൊരു നേർരേഖയിൽ കൃത്യമായ സ്ട്രക്ചറിൽ പോയില്ലെങ്കിൽ മനുഷ്യൻ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം വരുന്ന രീതി വന്നാൽ അത് നിങ്ങളിൽ ഈമാൻ ഉണ്ടെന്നതിന്റെ അടയാളമാണ് എന്ന് നിങ്ങൾ പറയാം. നിങ്ങളുടെ ഈമാനെ നിങ്ങൾ ചിന്തിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അത് വ്യക്തമായ വിശ്വാസമാണ്. എങ്ങനെ? ആരാ പടച്ചോൻ ഉണ്ടാക്കിയത് എന്ന പോലെയുള്ള ചിന്തകൾ നിങ്ങളിൽ വരുന്നത് ഈമാൻ ഉള്ളതിന്റെ അടയാളമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആണും പെണ്ണുമാണ്. ജെനിറ്റൈൽസ്, മനുഷ്യന്റെ ജനനേന്ദ്രിയം നോക്കിയാൽ ഒരാണോ ഒരു പെണ്ണോ ഇതല്ലാതെ മൂന്നാലൊരു ജെൻഡർ ഇല്ല എന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാം. കണ്ട ആണാണ്, പക്ഷെ ആള് പെണ്ണാണ്. പ്രത്യക്ഷത്തിൽ പെണ്ണാണ്, ആൾ ആണാണ്. പക്ഷേ എന്ന് പറയുന്ന പോലെ മനുഷ്യന്റെ ജെനിറ്റൈൽസ് അത് നോക്കിയിട്ടാണ് ഇസ്ലാം അതിന്റെ നിയമങ്ങൾ പറയാം. അതൊരു പരീക്ഷണമാണ് അത്തരം ആളുകൾക്ക്. പക്ഷേ ആണ് പെണ്ണിന്റെയോ പെണ്ണാണിന്റെയോ കോലം കെട്ടരുത്. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ന്യൂനതയുണ്ടെങ്കിൽ മനുഷ്യൻ മറച്ചു വെക്കൂലേ എന്ന പോലെ ഒരാണാണ്, പക്ഷെ ഒരു പെണ്ണിനെ പോലെ തോന്നിക്കുന്നുണ്ട്. അവന്റെ ശരീരം അവൻ മറച്ചു വെക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും. ഒരു മുസ്ലിമിനോടാണ് നമ്മൾ പറയുന്നത്. ജനറലി പടച്ചോനും പരലോകവും ആഖിറവും ഇല്ലാത്ത ആളുകൾ അവരോടല്ല നമ്മൾ ഈ പറയുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അവരോടല്ല നമ്മൾ പറയുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം അതാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ആരും പടച്ചതമ്പുരാന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കരുതേ. അതൊരു പരീക്ഷണമാണ്. കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ജനിക്കുന്നില്ലേ? ഹാർട്ട് ബ്രെയിൻ, പകുതി ബ്രെയിൻ ഉള്ള ഒരു പെണ്ണ് ജനിച്ചപ്പോ ഭയങ്കര ചർച്ചയാണ്. 20-30 കൊല്ലം കഴിഞ്ഞിട്ട് തിരിയുന്നത് ആ പെണ്ണിന് ഒരു ബ്രെയിനിന്റെ ഇടത് സൈഡ് ഇല്ല തന്നെ. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ആ പെണ്ണ് ജീവിച്ചു. അതൊരു ചാലഞ്ചാണ്. കണ്ണില്ലാത്തവരുണ്ട്, ഓട്ടിസം ബാധിച്ച മക്കളുണ്ട്, ഭ്രാന്ത് വരുന്ന ആളുകളുണ്ട്, ശരീരത്തിൽ വൈകല്യങ്ങൾ ഉള്ളവരുണ്ട്. എന്ന പോലത്തെ ഒരു വൈകല്യം, ജെൻഡർ വൈകല്യങ്ങൾ ഉണ്ടാകാം. അത് പടച്ചവന്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹു അവർക്ക് അതിന് ക്ഷമിക്കുന്നതിന്, അള്ളാഹുവിന്റെ പരീക്ഷണം ഏറ്റെടുത്തതിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം അജ്ർ വലിയതാണ്, വലിയ സവാബാണ് അള്ളാഹു നൽകുക. അത് വിചാരിച്ച് ഒരിക്കലും ഒരു അനാർക്കിയിലേക്ക്, സംസ്കാരശൂന്യമായ പ്രവൃത്തിയിലേക്ക് ഉള്ള ഒരു ലൈസൻസ് ആയിട്ട് അതിനാരും മനസ്സിലാക്കരുത്. വിശുദ്ധ ഖുർആൻ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ കഥ പറയുന്നുണ്ട്. അവര് പുരുഷനെ കല്യാണം കഴിച്ചിരുന്ന ഒരു നാടായിരുന്നു അത്. സൊഡോം ഗൊമൊറ, 2 നാടുകൾ ബൈബിളിന്റെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. സൊഡോം ഗൊമൊറ, ചാവുകടലിന്റെ അപ്പുറത്തെ സൈഡ്, ഫലസ്തീനിന്റെ സൈഡ്. അള്ളാഹു കീഴ്മേൽ മറിച്ചിട്ട് ഇന്നും ചെളി കൂട്ടിയിട്ട പോലെയുള്ള ഒരു പ്രദേശം നമുക്ക് ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലതുഭാഗത്ത് കാണാം. ഇടതുഭാഗത്ത് ചാവുകടൽ, വലതുഭാഗത്ത് ഈ സൊഡോം ഗൊമൊറ നമുക്ക് കാണാൻ കഴിയും. എന്താ അവിടുത്തെ വിഷയം? അവര് പറഞ്ഞു, ഞങ്ങൾ ആണും കല്യാണം കഴിച്ചാൽ മതി. ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ലോകത്താരും ചെയ്യാത്തതാണല്ലോ ഇത്. സദൂം എന്ന് പറയുന്ന നാടാണ് സൊഡോം. അതുകൊണ്ടാണ് ഈ പണിക്ക് തന്നെ സൊഡോമി എന്ന് പറയാൻ കാരണം. ആ നാടിലേക്ക് നിസ്ബയാണ്. സൊഡോമുകാർ ചെയ്തിരുന്ന പണി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന പേരിന് സൊഡോമി എന്നതിനെ പറയാൻ കാരണം. സദൂം എന്ന ഒരു നാടിലേക്ക് ചേർത്തിയിട്ടാണത്. സദൂമും ഗൊമൊറയും അല്ലാഹു കീഴ്മേൽ മറിച്ചിട്ടു. കാരണം ഒരാളെ സംബന്ധിച്ച് പറയണത് അയാളുടെ ജന്മന ഉള്ള ചില ഹോർമോണുകളെ കൊണ്ട് തോന്നുകയാണ്. അപ്പൊ പിന്നെ അയാൾ അത് അനുവദിച്ചേ പറ്റൂ. അവർക്ക് അങ്ങനെയല്ലേ പറ്റൂ, കല്യാണം കഴിക്കാൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഴപ്പമില്ലാത്തൊരു പുരുഷൻ പറയാൻ എനിക്ക് കാണുന്ന പെൺകുട്ടികളുടെ കൂടെ ഒക്കെ കിടക്കണം എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഹോർമോണാണ്, നിങ്ങൾ വിട്ടുകൊടുക്കോ?
ഒരുത്തൻ പറയാണ് എനിക്ക് മോഷണം ചെയ്യണം, എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, ആരുടെ കയ്യിൽ എന്ത് മൊബൈൽ കണ്ടാൽ എടുത്ത് ഓടണം, അത് എന്റെ ടെൻഡൻസിയാ. നിങ്ങൾ പറയോ അത് അവന്റെ ഹോർമോണിന്റെ പ്രശ്നം, സാരെല്ലോ ചെയ്തോട്ടെ? നിങ്ങൾ സമ്മതിക്കോ? ഈ ഒരു തിന്മയിലേക്കുള്ള ടെൻഡൻസിയോടുകൂടെ തന്നെയാണ് മനുഷ്യർ അല്ലാഹു പടച്ചുവിട്ടത്. ആ ടെൻഡൻസിയെ കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ മതം, ശരീഅത്ത്, ദീനുൽ ഇസ്ലാം. അതിനാണത്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു വലഅമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദി ശൈത്വാന വലിയ്യൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ. പിശാച് പറഞ്ഞു, അല്ലാഹുവിനോട് ഒരു വാക്ക് പറഞ്ഞവൻ അഭിശപ്തനായി സ്വർഗത്തിൽ നിന്ന് അട്ടിയോടിക്കപ്പെടുമ്പോൾ അവൻ പറഞ്ഞു വലഅമുറന്നഹും, ഞാൻ മനുഷ്യരുടെ പിന്നാലെ കൂടും ഓരോരുത്തരുടെയും, ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അനാവശ്യമായി അവർ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റിമറിക്കും. അവർ പ്ലാസ്റ്റിക് സർജറി ചെയ്യും, ആണ് പെണ്ണാവാൻ, പെണ്ണ് ആണാവാൻ. എന്നിട്ട് അവർക്ക് തന്നെ ഡിപ്രഷൻ വരും. ഞാനിപ്പോ ആണുമല്ല പെണ്ണുമല്ല, മുമ്പത്തെ ഫ്രണ്ട്സും ഇല്ല, പുതിയ ഫ്രണ്ട്സും ഇല്ല, ഞാൻ എന്ത് പറ്റി? അത്തരം സർജറി ചെയ്ത് ജെൻഡർ മാറ്റിവെച്ച ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവരുടെ ശേഷമുള്ള ഇതൊക്കെ നടക്കുമ്പോൾ വലിയ വാർത്തയായിരിക്കും, ഭയങ്കര ന്യൂസ് കവറേജ് കിട്ടും. കാരണം തിന്മകൾക്ക് ന്യൂസ് കവറേജ് കൂടുതലാണ്, ഇച്ചിരി വളരെ കൂടുതലാണ്. പക്ഷേ അവർക്ക് എന്താണ് പിന്നീട് സംഭവിക്കുന്നത് ആലോചിക്കാറുണ്ടോ? ഡിപ്രഷൻ, കടുത്ത ഡിപ്രഷൻ. ആണുമല്ല പെണ്ണുമല്ലാത്ത കോലത്തിൽ ജീവിച്ച് ഞാനിനി എന്തിന് ജീവിക്കണം, ആത്മഹത്യയിലേക്ക് എടുത്തു ചാടുക. ഖുർആൻ പറഞ്ഞു, ഒരാണും ഒരു പെണ്ണിന്റെ കോലം കെട്ടരുത്, ഒരു പെണ്ണും ഒരാണിന്റെ കോലവും കെട്ടരുത്. നിങ്ങൾ ആണും പെണ്ണുമായി പഠിച്ചത് നിങ്ങളെ രണ്ട് മഹാധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ്, എന്നല്ലാതെ ആണ് പെണ്ണിനേക്കാളും പെണ്ണാണിനേക്കാളും മുമ്പിലാണെന്ന് പറയാനല്ല. നിങ്ങൾ രണ്ടുപേരുടെയും ഉത്തരവാദിത്വങ്ങൾ രണ്ടും രണ്ടാണ്, രണ്ടും വലുതാണ്. അത് പെണ്ണ് പെണ്ണായി ജീവിക്കുമ്പോഴേ നടക്കൂ, ആണായി ജീവിക്കുമ്പോഴേ നടക്കൂ. ജെൻഡർ ഈക്വാലിറ്റി. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പെണ്ണിന് തന്റെ വീട്ടിലോ തന്റെ ഭർത്താവിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ഏൽക്കേണ്ടി വന്ന അനീതിയോ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങളോ ഉണ്ടായതിന്റെ പേരിൽ അങ്ങനെ ഒരു ഈക്വാലിറ്റിയെ സംബന്ധിച്ച് അവർ വിളിച്ചു പറഞ്ഞേക്കാം. അതവരുടെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അതിന് പരിഹാരം അവർ കാണട്ടെ. നിയമവും നിയമപാലകരുമുള്ള ലോകമല്ലേ ഇത്. പക്ഷേ മൊത്തത്തിൽ ആണ് പെണ്ണിന്റെ കോലവും പെണ്ണാണിന്റേതും കെട്ടി ജെൻഡർ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യരെ ഞാൻ ചെയ്യിപ്പിക്കും എന്ന് പിശാച് പറഞ്ഞത് നമ്മുടെ നാടുകളിൽ ഇന്ന് ചർച്ചയാണ്. മനുഷ്യന്മാർക്ക് അതൊരു വിഷയമേ അല്ല. ആണുങ്ങൾ ശരിക്കും ജനനേന്ദ്രിയം ആണിന്റേതാണ് എന്നിട്ട് സാരി എടുത്തിട്ട് റോഡ് ഹൈവേകൾ കാണുന്നില്ലേ? അത് വ്യഭിചാരത്തിന്റെ ലൈസൻസ് ആണെന്ന് അവർ വിചാരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ കാണുന്നില്ലേ? നിയമപാലകർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജീവിതത്തിന്റെ ഒരു ബൈലോ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതൊരു പരീക്ഷണമാണ്. അവരതിൽ ക്ഷമിച്ചേ പറ്റൂ. അതിനാവശ്യമായ രീതിയിൽ അവർക്ക് ജീവിത പങ്കാളിയെ പറ്റുമെങ്കിൽ അവർ കണ്ടെത്തണം. സാധിച്ചില്ല എന്ന് വിചാരിക്കാം. എത്ര ഒരു കുഴപ്പമില്ലാത്ത പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാതെ പോകുന്നുണ്ട്, പറ്റാതെ പോകുന്നുണ്ട്. അതൊരു പരീക്ഷണമാണ്. ഇത്രയേ ശറഅത്തിനെ സംബന്ധിച്ച് പറയൂ. ഒരാണിന്റെ നിയമം എന്താണോ അതായിരിക്കും അതിൽ ജനനേന്ദ്രിയം ആണാണെങ്കിൽ, പെണ്ണിന്റെ നിയമം എന്താണോ അതായിരിക്കും. ജനനേന്ദ്രിയം അനുസരിച്ചാണ് നിയമങ്ങൾ എന്നാണ് ശറഇന്റെ ഫിഖ്ഹിന്റെ ഒരു കാഴ്ചപ്പാട്. ഞാനതുമായി ദീർഘമായി പറയല്ല. പക്ഷേ പലപ്പോഴെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ ഒരു വലിയ സംഭവമാക്കി കൊണ്ടുവന്ന് തിന്മകൾക്ക് കുടപിടിക്കാൻ ചില ആളുകൾ വരുമ്പോഴേ പറയാൻ തോന്നുകയാണ്. കാരണം ഇതൊരിക്കലും ഹോർമോണിന്റെ പ്രവർത്തനം ഇങ്ങനെ ആയതിന്റെ പേരിൽ അവരെങ്ങനെ ചെയ്യട്ടെ എന്ന് പറയാൻ ഒരു മുസ്ലിമിന് പറ്റില്ല. അല്ലാത്തവർ എന്ത് ചെയ്താലും ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. അതുകൊണ്ട് let them do what they want. വലആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ പെണ്ണിന്റെ വേഷം ആണ് കെട്ടരുത്, ആണിന്റെ വേഷം പെണ്ണും കെട്ടരുത്. لعن الله المترجلات من النساء والمتخنثات من الرجال. പെണ്ണിന്റെ ഒരു സ്വഭാവമാണ് ആഭരണം ധരിക്കുക എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾക്കുള്ളതാണ് ആഭരണങ്ങൾ. വളയും മാലയും കഴുത്തിലും കാതിലും പാദസരവും ഒക്കെയായി കൊണ്ടു നടക്കുന്നത് സ്ത്രൈണതയുടെ ഭാഗമാണ്. പുരുഷന്മാരത് ചെയ്യരുത്. അത് ശറഇന്റെ നിയമമാണ്. ഒരു മുസ്ലിമിന് ഇവരൊക്കെ നിയമല്ലേ? ടാറ്റു എന്നതിന് പറയാ. ടാറ്റു നമ്മുടെ നാടുകളിലൊക്കെ ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഒരുപാട് ഫാൻ അസോസിയേഷൻസ്, ഒരുപാട് കട്ടൗട്ടുകൾ നമ്മുടെ നാടുകളിലൊക്കെ പൊന്തി. പലതും ഇപ്പോഴോട് ബാക്കിയുണ്ട്. ഇനി സ്ഥായിയായ വല്ല ബിംബമായി മാറുമോ എന്ന പേടിയേ ഉള്ളൂ. ചിലതൊക്കെ താഴെ ഇറങ്ങി.
ഇവിടെ ഒരു പേടിയുള്ളത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതവിശ്വാസികളാണെന്ന് പറഞ്ഞാൽ പോലും സ്വന്തം മതം എന്താണെന്നോ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ ടാറ്റു ചെയ്യുന്നുണ്ട്. ഈ കളിക്കാരൊക്കെ ടാറ്റു കാണാം അല്ലെ, പച്ചകുത്തുന്നില്ലേ? എന്തൊരു ഡേഞ്ചറാണ്. നമ്മുടെ മക്കള് ഈ താരാരാധനയുടെ പേരിൽ ഇതുപോലെയുള്ള ദുശ്ശീലങ്ങൾ ഇസ്ലാം വിലക്കിയത് അവർ ചെയ്യുമോ എന്നാണ് നമ്മൾ പേടിക്കുന്നത്. നിബിതങ്ങൾ പറഞ്ഞു, അല്ലാഹു ശപിച്ചിരിക്കുന്നു ടാറ്റു ചെയ്യുന്നവരെ, അത് ചെയ്തു കൊടുക്കുന്നവരെ, അത് കുത്തിക്കൊടുക്കുന്നവരെ, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സലൂണുകാരനെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി. അതിനർത്ഥം എന്താണെന്നറിയോ? 1400 കൊല്ലം മുമ്പ് ഈ ടാറ്റു പരിപാടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കറിയുമോ, മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഖുത്ബ ഓതാൻ വേണ്ടി വരികയാണ്. 5ാം ഖലീഫ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് മുആവിയ തങ്ങളാണ് റളിയല്ലാഹു അൻഹു. മിമ്പറിൽ ഖലീഫയായിരുന്ന കാലം മിമ്പറിലേക്ക് വന്നിട്ട് മഹാനവറുകൾ കീശയിൽ നിന്നൊരു സാധനം എടുത്തു, അത് പൊക്കി പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തു. നോക്കുമ്പോൾ അത് വിഗാണ്, ഹെയർ. ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചല്ല പറഞ്ഞത്, അവനവന്റെ തലയിൽ ഹെയർ ഗ്രോ ചെയ്യുന്നതിന്റെ മസല. പറ്റുമെന്നോ പറ്റില്ല എന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അതൊരു ട്രീറ്റ്മെന്റിലൂടെ ചെയ്യാണ്, ഒരു ഐബ് മറക്കാൻ വേണ്ടി ചെയ്യാണ്. അവനവന്റെ തലയിൽ തന്നെ ഗ്രോ ചെയ്യുന്നത്, വേറെ ഫിറ്റ് ചെയ്യല്ല, ആർട്ടിഫിഷ്യൽ കൊണ്ടുവന്ന് അവനവന്റെ രൂപം മാറ്റുകയല്ല, കുഴപ്പമില്ല എന്ന് പറയുന്നു. പക്ഷേ വിഗ് കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു ഒരു വിഗ് പോക്കറ്റിൽ നിന്ന്, കന്തുറയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാ പറഞ്ഞത്, ഈ സാധനം ചെയ്യുന്നത് നമ്മളിൽ മുസ്ലിമീങ്ങളുടെ ചര്യയല്ല, ഇത് മുസ്ലിമീങ്ങൾ ചെയ്യാറില്ല, ഇത് ചെയ്യുന്നത് അൽയഹൂദു വന്നസ്വാറ എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു വിഗ് എടുത്ത് കൊണ്ടുവന്ന് മിമ്പറിൽ കാണിച്ചു കൊടുത്ത് ഉമ്മത്തിന് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ട്രെൻഡിങ് പരിപാടിയൊക്കെ 1400 കൊല്ലം മുമ്പ് ഉണ്ട്. കിതാബും ഹദീസും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അന്ന് പ്ലക്കിംഗ് ഉണ്ട്. നാമിസ്വാത്ത് എന്നാണ് അറബിയിൽ പറയാ. ലഅനല്ലാഹു നാമിസ്വാത്ത് വൽ മുതനമ്മിസ്വാത്ത്. ഇതിന്റെ അർത്ഥം പ്ലക്ക് ചെയ്യാൻ, ഒരു വികൃതമായ ഒരു രൂപത്തിലേക്ക് മുഖം മാറിയിട്ടുണ്ട്, അത് നന്നാക്കി എടുക്കാം. ഒരു വികൃതം മുഖത്തുണ്ട്, അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ഒരാൾക്ക് അത് മാറ്റിയെടുക്കാം, അത്ര വികൃതമാണെങ്കിൽ. അല്ലാതെ ഉള്ള ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അത് ചെയ്യല്ലേ. അള്ളാഹു നിങ്ങൾക്ക് ഖൈറായത് മാത്രമാണ് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങൾ അതിൽ തൃപ്തിപ്പെടണമേ. ലാ തബ്ദീല ലിഖൽഖില്ലാ, ഡു നോട്ട് ചേഞ്ച് ദ ക്രിയേഷൻ ഓഫ് അല്ലാഹ്. ഇതാണ് ഇസ്ലാമിന്റെ പോളിസി. പച്ചയായ മനുഷ്യന്മാരായി ജീവിക്കാൻ തന്നെ, കോലം കെട്ടണ്ടാന്ന്. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് നമ്മുടെ തലം ചെറുപ്പക്കാര് മനസ്സിലാക്കണേ, നിങ്ങൾ ഇതുപോലെയുള്ള ട്രെൻഡുകളിലേക്ക് പോകുമ്പോ ഒരുപക്ഷേ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ. നിങ്ങളുടെ കൈകൾ ഒരു ടാറ്റു വെച്ച് നിങ്ങൾ കടന്നുറങ്ങുന്ന സമയം, മരിക്കുന്നവരെ ഓരോ സെക്കൻഡിലും തെറ്റു ചെയ്ത കുറ്റമാണ് നിങ്ങളുടെ ദേഹത്ത് നിൽക്കുന്ന സമയത്തോളം ഉണ്ടാകുന്നത്. നിങ്ങൾ ചെയ്തു പോകല്ലേ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ ഞാൻ അവരോട് പറയും, ഞാൻ അവരെ പഴപ്പിക്കും. ശരീരം ചേഞ്ച് ചെയ്യലാണ് അവരുടെ ട്രെൻഡിങ്. പിന്നെ ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. ആരാണോ അള്ളാഹുവിനെ കൂട്ടുപിടിക്കാതെ പിശാചിനെ തന്റെ സഹായിയായി വെച്ചത് എങ്കിൽ അവര് കടുത്ത പരാജയത്തിലേക്കാണ് പോകുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാ. പിശാച് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു വിഷയം നിങ്ങളും അള്ളാഹും തമ്മിലുള്ള ബന്ധം നിങ്ങളിൽ നിന്ന് എടുത്തു കളയാനാണ്, സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുത്താനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയപ്പെട്ടു, റജുലുൻ നാമ ലൈലതൻ ഹത്താ അസ്ബഹ. രാത്രി കയറി കിടന്നതാണ്, ലേറ്റ് ആയിട്ട് കിടന്നതല്ല, ഒരു ആവശ്യത്തിന് വേണ്ടി ലേറ്റ് ആയി പോയതുമല്ല, നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരാൾ ഉറങ്ങി സൂര്യോദയം കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത് എന്ന് പറഞ്ഞാൽ സുബ്ഹി നിസ്കരിക്കാൻ അയാളെ കൊണ്ടായില്ല. രോഗിയല്ല, ഉറക്കൊഴിച്ചതല്ല, തളർന്നു പോയതല്ല, അറിയാതെ പോയതല്ല, എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ പോകുന്നത്. അവരെല്ലാ കാര്യങ്ങളും ചെയ്തു, അലാം സെറ്റ് ചെയ്തു, പക്ഷെ എഴുന്നേൽക്കാൻ പറ്റിയില്ല, തളർന്നു കിടക്കുകയാണ്. അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, നിസ്കാരം അടക്കണം. പക്ഷേ നിസ്കരിക്കണ്ട എന്ന് തോന്നലിൽ നേരം പുലരുവോളം നേരത്തെ എഴുന്നേറ്റ് അതിന്റെ ഉറക്കം നഷ്ടപ്പെടല്ലേ എന്ന് പറഞ്ഞ് സുബ്ഹി നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, പിശാച് ചെവിയിലേക്ക്, അവന്റെ 2 ചെവിയിലേക്കും പിശാച് മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അത്
you can take it either literally or as a metaphor. എന്താണ് അതിന്റെ ആശയമെന്ന് മഹാന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകിൽ പിശാചിന്റെ അദൃശ്യമായ ആ ഒരു യൂറിൻ നിങ്ങളുടെ ചെവിയിലുണ്ട് എന്നാണ്, അല്ലെങ്കിൽ പിശാചവനെ കൊണ്ട് തട്ടിക്കളിക്കുകയാണ്, അവൻ പിശാചിന്റെ അടിമയായി മാറിയിട്ടുണ്ട്, സുബ്ഹി നിസ്കാരം നഷ്ടപ്പെടുന്നത് അത് ഗുരുതരമാണ്. നിങ്ങളുടെ ബെഡിൽ നിങ്ങളെ കിടത്തുറക്കി രാവിലത്തെ അസ്സലാത്തു ഖൈറും മിനൻ നൗം ഇതിന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം രാവിലെ തന്നെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പടച്ചതമ്പുരാനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ആകെ ഓടുന്നത് എന്താണ് കഴിക്കേണ്ടത്, എന്താണ് ഉടുക്കേണ്ടത്, എന്താണ് താമസിക്കാൻ എടുക്കേണ്ടത്, എന്താണ് സമ്പാദിക്കേണ്ടത് എന്ന ഓട്ടത്തിലാണ്. ഞാൻ എന്റെ പടച്ചതമ്പുരാനിലേക്ക് ഒരല്പമെങ്കിലും ഒരു ചാണെങ്കിലും റബ്ബിലേക്ക് ഞാൻ ഇന്ന് അടുത്തിട്ടുണ്ടോ? എന്റെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എത്ര പേരുണ്ട് ചിന്തിക്കുന്നവര്? അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നിബിധങ്ങൾ പറഞ്ഞു, പിശാചാണ് ഇനി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയും പിശാചാണ് നിസ്കാരത്തിൽ അവരെ കൊണ്ട് കളിപ്പിക്കുന്നത്, അശ്രദ്ധമാവുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും, എല്ലാ ചിന്തകളും, എല്ലാ വിഷമങ്ങളും, എല്ലാ ക്ഷീണവും എല്ലാം പിറകിലേക്ക് വകഞ്ഞു മാറ്റി എന്റെ അല്ലാഹുവിന്റെ വിഷയം അതിലും വലുതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിസ്കരിക്കേണ്ട 2 റക്അത്ത് 3 4 17 റക്അത്തുകൾ നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെയാണെങ്കിൽ ആ നിസ്കാരം കൊണ്ട് എന്ത് ഫലം? ഒരു മുസ്ലിമിന് 60 70 80 വയസ്സാകുമ്പോഴും ഒരൊറ്റ നിസ്കാരം പോലും തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നത് വരെ മുഴുവൻ സമയവും അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത എത്രയോ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉണ്ടെന്നാണ്. അറിയില്ല, ഒരു ചടങ്ങ് പോലെ അല്ലാഹു അക്ബർ അങ്ങനെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തു പോരാൻ. എക്സസൈസ് അല്ലല്ലോ ഇത്, എക്സസൈസ് അല്ലാതെ ഇത് നമുക്ക് ആത്മീയമായ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. സുജൂദിലേക്ക് വരുമ്പോ നിങ്ങളും അല്ലാഹു തമ്മിൽ ഏറ്റവും അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ തലവെച്ച് ദുആ ചെയ്യണം. നിങ്ങളുടെ വിഷയങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. നിങ്ങൾ പറയാറുണ്ടോ? നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയാലോ. അറബിയിലൊന്നും പറയാൻ അറിയില്ല, അല്ലെങ്കിൽ അത്തരം ദുആകൾ അറിയില്ല, സുന്നത്ത് നിസ്കാരമാണ്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പറയാം. സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ എന്തൊരു മനോഹരമാണത്. അങ്ങനെ നമുക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരിടമുണ്ടായിട്ട് നമ്മളെ കൊണ്ട് നിസ്കാരത്തിൽ കളിപ്പിക്കുന്നത് പിശാചിന്റെ ജോലിയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അയാൾ പള്ളിയിലിരിക്കുന്ന കല്ലിൽ ഇങ്ങനെ വിരലുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഫ്ലോറ് മണലാണ്, കല്ലുകളാണ്. നമ്മൾ ഇന്നത്തെ പോലെ കാർപ്പറ്റും ടൈലുകളും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ലാ തുഹർരികിൽ ഹസ്വാ വഅൻത ഫിസ്സലാ ഫഇന്ന ദാലിക മിനശ് ശൈത്വാൻ. ഇത് പിശാചാണ് നിന്നെ കൊണ്ട് അശ്രദ്ധനാക്കുന്നത്, നീ കൈകൊണ്ട് ഇങ്ങനെ കളിക്കല്ലേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വലാകിൻ ഇസ്ന കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ന. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യണേ. ഞാൻ ചോദിച്ചു, നബി നിങ്ങൾ എങ്ങനെയാ ചെയ്തിരുന്നത്? അപ്പോൾ തഹയ്യാത്ത് ശരിക്കും കാണിച്ചു കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുകയും ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കുകയും എന്നിട്ട് ആ വിരലിന്റെ അറ്റത്തേക്ക് നോക്കുകയും ചെയ്ത് ബാക്കിയുള്ള തഹയ്യാത്ത് പൂർത്തിയാക്കുക. അല്ലെങ്കിൽ വിരലിന്റെ അറ്റത്തേക്ക് നോക്കാൻ പറ്റൂല, എങ്കിൽ സുജൂദിന്റെ അടുത്തേക്ക് നോക്കാം. ഏറ്റവും അഫ്ളല് അവന്റെ വിരലിന്റെ അഗ്രഭാഗത്തേക്ക് നോക്കലാണ്, വിരൽ ഉയർത്തി വെച്ചാൽ. എന്നിട്ട് ശാന്തമായി നിന്നുകൊണ്ട് നിങ്ങൾ നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിൽ നിർവഹിക്കുകയും സലാം വീട്ടുകയും ചെയ്യണം. ഹകദാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്ന. പുണ്യനബി ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങൾ നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്തൊരു തമാശയാണല്ലേ. ഒരു യോഗ അഭ്യാസത്തിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ശരിക്കും കോൺസെൻട്രേഷൻ കിട്ടും. നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സസൈസ് ചെയ്ത് നോക്കി, നല്ല കോൺസെൻട്രേഷൻ. നിസ്കാരത്തിൽ മാത്രമേ ഇത് കിട്ടാതിരിക്കുള്ളൂ. അവിടെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിലപ്പുറം എന്താ തെളിവ് വേണ്ടത്?
റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്ന അഹദകും ഇദാ ഖാമ യുസല്ലി, നിങ്ങൾ ആരെങ്കിലും വുളു എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, നിസ്കരിക്കാത്തവന്റെ പിന്നാലെ പിശാച് പോകുന്നില്ല, അവൻ നിസ്കാരം ഇല്ലല്ലോ, നിസ്കരിക്കുന്നവനെ പഴിപ്പിക്കാനാ പിന്നെ നോക്കുക. അതുകൊണ്ട് നിങ്ങൾ കരുതണേ, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജാഅഹു ശൈത്വാനു, പിശാച് അവന്റെ അരികത്തേക്ക് വരും, ഫലബ്ബസ അലൈഹി ഹത്താ ലാ യദ്രി കം സല്ലാ, എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്ന് പോലും ഓർമ്മയില്ലാതെ നിങ്ങളുടെ നിസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധമില്ലാതെയാവും. അവനാണ് നിങ്ങളെ അശ്രദ്ധനാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുതലോടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുനാജാത്താണത്, മെഹറാജാണത്. കഴിഞ്ഞ ആഴ്ച റജബ് 27 മെഹറാജിന്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അസ്വലാത്തു മെഹറാജുൽ മുഅ്മിൻ, അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിന്റെ ചാരത്തേക്ക് ചെന്ന് റബ്ബുമായി നേരിട്ട് അഭിമുഖ സംഭാഷണം ചെയ്ത് തിരിച്ചു വന്നതിനെയാണ് മെഹറാജ് എന്ന് പറയുന്നത്. ഒരു ദിവസം 5 നേരത്തെ നിസ്കാരം ഒരു വിശ്വാസിയുടെ മെഹറാജാണത്രേ. അള്ളാഹുവിന്റെ സാന്നിധ്യം അറിഞ്ഞ് തിരിച്ചു വരുന്ന യാത്രയാണ്. 1 നേരം 5 തവണ നമുക്ക് അയച്ചു പോയാൽ പോരല്ലോ. 5 നേരം ഓരോ ദിവസവും നമുക്ക് നിസ്കരിക്കണം. ആ ഓരോന്നും അള്ളാഹുമായി നിങ്ങൾ കണ്ടുമുട്ടുന്ന റബ്ബിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ഓരോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അപ്പോയിന്റ്മെന്റ് ആണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ ഇരുത്തമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പടച്ചവനെ നിന്നെ ഓർക്കാനുള്ള കഴിവ്, അല്ലാഹുവേ നിന്നെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് നിസ്കാരത്തിൽ ഖുശൂഅ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദ് വഇദുഹും വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. കച്ചവടങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്തിൽ അന്യായമായത് ചെയ്തു കൂട്ടാൻ പിശാച് നിങ്ങളെ വിളിക്കുന്നുണ്ട്. ചില കച്ചവടങ്ങൾ, ഒരാളുമായി കച്ചവടം മുറിയാൻ നിൽക്കുമ്പോൾ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാതെ കൂടുതൽ തരുന്ന ആളുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ഒരാളോട് നിങ്ങൾ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ആ കച്ചവടം അയാള് വാങ്ങിച്ച ആള് ക്യാൻസൽ ചെയ്യാതെ, അയാൾ അറിയാതെ മറ്റൊരാൾക്ക് നിങ്ങൾ സെയിം സാധനം കച്ചവടം ചെയ്യരുത്. ചില രേഖകൾ പൂർത്തിയാക്കി കാണില്ല, അപ്പോഴേക്കും ആദ്യം വിറ്റ ആളോട് പറയാതെ മറ്റൊരാളോട് കച്ചവടം ചെയ്യുന്നു, വഞ്ചനകൾ ചെയ്യുന്നു. പ്രൊഡക്റ്റുകൾ കടുത്ത മായം ചേർക്കുകയാണ്. എല്ലാറ്റിലും മായം. എന്തിനാണ് പടച്ചവനെ മനുഷ്യന്മാരെ പൈസ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മായം. നമ്മൾ പറയേണ്ടതില്ലല്ലോ, ഇഷ്ടം പോലെ നിങ്ങൾ കേൾക്കുന്ന വിഷയമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ. നമ്മുടെ സംഘാടകര് ചെറിയൊരു സഹായം നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് സഹായിക്കണേ. ബിസ്മില്ലാ. ഒരാൾ ഇങ്ങോട്ട് വരി. ബിസ്മില്ലാ. അപ്പോൾ നമ്മുടെ വിഖായയുടെ വളണ്ടിയർമാരാണ്, നമ്മുടെ കുട്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ പഠിക്കുന്നവരാ. നല്ല ഉന്നത വിജയവും വിദ്യാഭ്യാസവും അറിവും ഇൽമും തഖ്വയും അല്ലാഹു നൽകട്ടെ. ജോലിയുള്ളവരുണ്ട്, കല്യാണം കഴിച്ചവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഏലംകുളം ബാപ്പു മുസ്ലിയാർ, അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാരിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ഒരു ആത്മീയ ഗുരുവാണ് ഏലംകുളം ബാപ്പു മുസ്ലിയാർ. ഉസ്താദ് നാളെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് മുസ്തഫ ഹുദവി ആക്കോട് അവരുടെ പ്രഭാഷണവും നാളെ ഇവിടെ നടക്കുന്നുണ്ട്. നാളെ നടക്കുന്ന മജ്ലിസുന്നൂർ ദുആയാണ് ഏലംകുളം ബാപ്പു ഉസ്താദ് നേതൃത്വം നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഹദിയ നൽകുന്നതിന് സംഘാടകർ നിങ്ങളെ ഒരു കവർ ഏൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ പലതരത്തിലുള്ള ദീനീ ദഅവി പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒത്തുചേരൽ, നിങ്ങളുടെ കൂട്ടമായ സഹായം ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ. നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കണേ. നാളത്തെ പരിപാടിയും വിജയിപ്പിക്കണേ എന്ന് സംഘാടകർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا. അതുകൊണ്ട് നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ബിസിനസ്സിൽ പിശാചിന്റെ സാന്നിധ്യം നിങ്ങൾ പേടിക്കണമേ. ജോലിയിൽ എന്തൊക്കെ പലിശ ഇടപാടുമായി ബന്ധപ്പെടുന്ന ജോലികൾ ഉണ്ടോ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ല. അതെന്താ മനസ്സിലാവാത്തതെന്ന് അറിയില്ല.
പലിശ കൊടുക്കലും വാങ്ങലും സ്വീകരിക്കലും സഹായിക്കലും ഒക്കെ ഒരുപോലെ കുറ്റമാണ്. ഒരു മനുഷ്യന് ഒരു പ്രയാസം വരുമ്പോൾ കൂടെയുള്ള ആളുകൾ ആ മനുഷ്യന്റെ പ്രയാസം ചൂഷണം ചെയ്യരുത്. നിങ്ങൾ അയാൾക്ക് കടം കൊടുത്ത് സഹായിക്കണം, പക്ഷേ ആ കടം തിരിച്ചു തരുമ്പോൾ ഏറെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഒരു ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം നിങ്ങൾ ചൂഷണമാക്കരുത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് പലിശ പാടില്ല എന്ന് പറയുന്നത്. ഇത് മനുഷ്യത്വമേ നിങ്ങൾ കാണിക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരന്, ഒരു വീട്ടുകാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ കടം കൊടുത്ത് അതേ പൈസ തിരിച്ചു വാങ്ങിക്കുക. ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, മൂല്യം കുറയും കൂടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരോട് ചെയ്യുന്ന കടപ്പാടെന്ന നിലയിൽ സദയം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒരു മനുഷ്യന്റെ ദുരവസ്ഥ നിങ്ങൾ എന്ത് ചെയ്ത് കച്ചവടമാക്കി മാറ്റരുത്. അതുകൊണ്ടാണ് പലിശ ഇത്രത്തോളം ഇസ്ലാം എതിർക്കാൻ കാരണം. നമ്മൾ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ബാങ്കുകാർക്ക് കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാനും കുഴപ്പമില്ല, എന്നാ പിന്നെന്താ പ്രശ്നം? അള്ളാഹുവിനത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? അതുപോലെ അള്ളാഹുവിനത് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളത്